ഹലോ ഗൈസ്, അങ്ങനെ അടി പിടി കുതികാൽ വെട്ട് അംഗം വെട്ട് മുതലായ എല്ലാ നാടകങ്ങൾക്കും ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വി.ഡി. സതീശനാണ് കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി. ആദ്യം തന്നെ അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എന്നാൽ കഴിഞ്ഞൊരാഴ്ചയുടെ അനുഭവപാഠം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്ക് മൊത്തത്തിലായി കേരളം തുറന്നു വെച്ച ഒരു അനുഭവപാഠമുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ദൗർബല്യവും ശക്തമായ ഒരു നേതൃത്വത്തിന്റെ അഭാവവും. പാർട്ടിയുടെ സ്വാഭാവികമായ ശക്തിയിൽ വരേണ്ടിയിരുന്ന ആളെ മാറ്റി നിർത്തിക്കൊണ്ട് ലീഗ് നിർദ്ദേശിക്കുന്ന ആളിലേക്ക് ഭരണം എത്തണമെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ ഐഡന്റിറ്റി അത്രത്തോളം മലയാളികളുടെ മുന്നിൽ മാത്രമല്ല ഇന്ത്യൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തന്നെ ടാണിഷ്ഡായി പോയിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ജമാഅത്തെ ഇസ്ലാമിയും വെള്ളപൂശാൻ നടക്കുന്ന ഒരാൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ നേതൃപദവിയിലേക്ക് വരുന്നതിൽ ഒരു നാഷണലിസ്റ്റായ സെക്യുലർ മലയാളി എന്ന നിലയിലുള്ള എൻ്റെ ആശങ്ക ഞാൻ പങ്കുവെക്കുകയാണ്. വിജയാഘോഷങ്ങളിൽ ഉണ്ടായ പാളിച്ചകൾ ഞാൻ എസ്പെഷ്യലി പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ലീഗിന്റെ പാളിച്ചകളാണ് കേട്ടോ. അങ്ങനെയുള്ള പാളിച്ചകൾ ഇനി തുടർന്നും അതുപോലെ തന്ത്രപ്രധാനമായിട്ടുള്ള വകുപ്പുകളൊക്കെ ലീഗിന് വെച്ച് നീട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ഉണ്ടാവുന്ന എല്ലാ സംഭവങ്ങളും തീർച്ചയായിട്ടും വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയത്തെ വ്യക്തമായി സ്വാധീനിക്കുക തന്നെ ചെയ്യും. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കേരള BJP ഘടകമാണെന്നാണ് എൻ്റെ ഒരിത്. തന്ത്രജ്ഞനായ നിയുക്ത മുഖ്യനെ ഞാനായിട്ട് തന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് തികച്ചും വിഡ്ഢിത്തമാണെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും എൻ്റെ ഒരു നിർദ്ദേശം ഞാൻ പറയുകയാണ്. പ്രീണന രാഷ്ട്രീയത്തിൽ മുങ്ങാതെ അഴിമതി കഴിവതും ഒഴിവാക്കാൻ ശ്രമിച്ച് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കൊള്ളാം. അത്രേ ഉള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. വീണ്ടും നിയുക്ത മുഖ്യമന്ത്രിക്ക് എൻ്റെ ആശംസ അറിയിക്കുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സി യു.